അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ വളമിടേണ്ട പ്രായമായിട്ടുള്ളൊരു കപ്പയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ മൂന്നാമത്തെ ചരണ്ടി കൂട്ടുക എന്ന് പറയുന്നത് മൂന്നാമത്തെ വളം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പ്രായമായിട്ടുണ്ടത്. ഞാനിപ്പോൾ ഇതിന് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വളമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യം നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഒന്ന് കണ്ടാലോ? നമുക്ക് ചെറുതായിട്ടൊന്ന് മണ്ണ് പൊട്ടിച്ചൊന്ന് കാവെടുത്തമുണ്ടോ കിഴങ്ങ് പിടുത്തമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. നമ്മൾ ആദ്യം ഇട്ട ചാരവും അത് കഴിഞ്ഞുള്ള ചാരവും ഒക്കെയാണ് ഇത് കാണുന്നത്. ആട്ടുംപുഴുക്കയൊക്കെയാണ്. കാണാം. കണ്ടില്ലേ, നമ്മുടെ വളപ്രയോഗത്തിന് റിസൾട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. കണ്ടില്ലേ, മൂന്നാമത്തെ വളം ഇടാറായപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാപിടുത്തമുണ്ട്. ജസ്റ്റ് നിങ്ങൾ സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും ആരും വീഡിയോയിൽ ചെയ്ത് കാണിക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഇത് പറിച്ച് കാണിക്കുന്നിടം വരെ റിസൾട്ട് വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോയിൽ തന്നെ മറ്റൊരു വീഡിയോ ആക്കാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല സൈസ് തന്നെയുള്ള കാപിടുത്തം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കപ്പം മൂടിയും വെച്ച് മൂന്നാമത്തെ വളം കൂടി ഇട്ട് കൊടുത്തിട്ട് ചണ്ടി കൂട്ടി സാധനം സെറ്റ് ആക്കി വെച്ചേക്കാം. ഈ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കപ്പയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കപ്പയ്ക്ക് വളം ഇടുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. അന്നേരം പലർക്കും ഒരു സംശയമുണ്ട്, കപ്പയ്ക്ക് ആരുടെ 3 വളം ഇടുന്നതെന്ന്. നമ്മൾ കപ്പത്തടി നടുന്നതായ സമയത്ത് എല്ലുപൊടി അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുംപുഴുക്ക ഏതെങ്കിലും ഒരു വളം ഇട്ടാണ് സാധാരണ കപ്പ ഇടുന്നത്. അതൊരു വളം തന്നെ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വളം കൂടി ഇടും. അന്നേരം 2 ആയി. അത് കഴിഞ്ഞിട്ട് കപ്പ പറിക്കുന്നതിന് 30 ദിവസത്തേക്ക് മുമ്പെങ്കിലും പൊട്ടാഷ് എന്ന് പറയുന്ന വളം അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിലെ ആവശ്യത്തിനുള്ളതാണെങ്കിൽ അടുപ്പിചാരം ചാരം ഇടും. അതും വളമാണ്. അങ്ങനെ കപ്പയ്ക്ക് 3 വളം എന്നാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. ഈ കഴിഞ്ഞിടെ ഞാൻ നിങ്ങളെ കപ്പക്കിഴങ്ങ് അത് മാന്തിയും കാണിച്ചിരുന്നു. ആ കപ്പയിൽ ഒരു മൂട് ഞാൻ മാന്തി ഒരു കിഴങ്ങെടുത്താണ് എൻ്റെ ആവശ്യത്തിന് ഇപ്പം വൈകിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി എടുത്ത കപ്പക്കിഴങ്ങാണ്. ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടെന്നും നിങ്ങൾ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞോളാം.